ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക കേട്ടോ, അല്ലാത്തവർ വിട്ടുകളയുക. പിന്നെ നമുക്കത് ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. ജെൻഡർലെസ് ആണ്, അതുകൊണ്ട് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മളുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ല, ആരോഗ്യ പ്രശ്നം കുറച്ചുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്നും അത്ര ശരിയായിട്ടില്ല, എങ്കിലും ഞാനത് ഇടാമെന്ന് കരുതി. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം, നിങ്ങളുടെ വ്യക്തിയെ പ്രതീക്ഷിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുറേ കാലമായി നമ്മളിതിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ബ്രേക്കപ്പ്, പിന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ഇത് ബാധകമാവുന്നത് കേട്ടോ. അപ്പോൾ വളരെ കാലമായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റ് ഇല്ലാതെയും അഥവാ വല്ല മെസ്സേജൊക്കെ മാത്രം ജസ്റ്റ് ഒന്ന് ഇടുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളുള്ള ആളുകൾ, അവരുടെ വ്യക്തി വരുമോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ കാത്തിരിക്കുന്ന കുറേ പേരുടെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ദ ടവറാണ് ഇത്. നിങ്ങളാണ്, നിങ്ങൾ ആ കുഴിയിൽ കിടക്കുകയാണ്. അതായത് നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം തകർന്നിരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി മുകളിലേക്ക് നോക്കുന്നുണ്ട്, എനിക്കിതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, ഒരു വെളിച്ചമൊക്കെ കാണുന്നുണ്ട്, ആ വെളിച്ചത്തിലേക്ക് നോക്കി നിങ്ങൾ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയണം, അല്ലെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കിതിനൊരു റിസൾട്ട് കിട്ടണം എന്നാഗ്രഹിക്കുന്ന കുറേ പേരുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഈ ഒരു വിഷയം കൊണ്ട് പഠിക്കാൻ കഴിയാതെയും പഠനത്തിൽ താല്പര്യമില്ലാതെ ഉഴപ്പുന്ന കുറച്ച് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ടീനേജ് പരുവത്തിലുള്ള കുട്ടികളെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്നെടുത്ത് കളയൂ. നമ്മളുടെ പഠനം വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇതൊക്കെ ആണെങ്കിലും തലയിലൊരു വെളിച്ചമൊക്കെ കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു പിന്നെ എന്താ പറയുക, ന്യൂ ബിഗിനിങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും എന്നുള്ള അപ്രതീക്ഷ നിങ്ങൾ വിട്ടിട്ടില്ല ഇപ്പോഴും എന്നാണ് കാണുന്നത്. 4 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. 4 ഓഫ് കപ്സ് ഈ ഒരു ആളെ മാത്രം നനച്ചിരിക്കുന്ന ഒരു കുറച്ച് പേരുടെ എനർജി. അതായത് എനിക്ക് ഒരു വ്യക്തി മതി, എനിക്ക് വേറൊരാൾ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നാൽ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, എനിക്ക് ആ രീതിയിലുള്ള കുറച്ച് ആൾക്കാർ. അതുപോലെ തന്നെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് കാത്തിരിക്കുന്നു നിങ്ങൾ എന്നാണ്. ഒരുപാട് എഫേർട്ട് ഇട്ടു കാത്തിരിക്കുകയാണ്, വരും 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 എന്നുള്ള ആ കാത്തിരിപ്പ്. നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസ് ഒക്കെ നിങ്ങളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു സോൾമേറ്റിൻ്റെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ആലോചിക്കുകയാണ്, പണ്ട് ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പണ്ട് നിങ്ങൾ ഒരു ദിവസം പോലും ഒന്ന് വിളിക്കാതിരിക്കാനോ മെസ്സേജുകൾ എവിടെയെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ തന്നെയും അത് പറയാതെ പോകാൻ കഴിയില്ലായിരുന്നു. പിന്നെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക, വീഡിയോ കോൾ അല്ലാതെ വേറൊരു കോളിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നിങ്ങളുടെ വ്യക്തിക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ അവസ്ഥ എങ്ങനെയായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നത്, ലൈഫിൽ ഇത്രയധികം സ്നേഹിച്ചിരുന്നത്, നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നാണ് കാണിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു എങ്കിൽ പോലും അതിൽ ആശ്വാസം കാണുക ഈ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വരും എന്ന് നമ്മളിവിടെ കണ്ടു. വരും എന്നുള്ള ആ പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ആ കഴിഞ്ഞു പോയ ആ നമ്മുടെ മെമ്മറീസിലേക്ക് നമ്മൾ ഊളിയിട്ട് അതിൽ കുറച്ച് സമയം മുങ്ങി തപ്പിയൊക്കെ നടക്കുന്ന ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. മിസ്സിങ് എനർജി നല്ലതുപോലെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്, നല്ല പോലെ. ഇതിപ്പോൾ നിങ്ങളുടെ എനർജിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എനർജി ആണ്, അതിൽ വളരെ മിസ്സിങ് എനർജി വന്നിരിക്കുന്നു എന്നാണ്. വളരെയധികം മിസ് ചെയ്യുന്നു നിങ്ങൾക്ക്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്കൊന്ന് തിരിച്ചു വന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. കാരണം വെച്ചാൽ ഒന്ന് തിരിച്ചു വന്നാൽ മതി. വന്നതിന് ശേഷം പിന്നെ എന്താണെന്ന് വെച്ചാൽ അന്നേരം നമുക്ക് അതുപോലെ ചെയ്യാം എന്നുള്ള ആ ഒരു എനർജിയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ നോക്കാം, നമുക്ക് വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കില്ലേ നിങ്ങൾ? ഓക്കെ, 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്.
വളരെയധികം വേദനയിലും നിരാശയിലും വളരെ എന്താ പറയുക നിരാശ നഷ്ടപ്പെട്ടു, നല്ല നഷ്ടപ്പെടുത്തി ഞാൻ എന്നുള്ള ആ ഒരു മാനസിക സമ്മർദ്ദം അയാളെ ഭരിക്കുന്നു. അയാൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്നാണ് കാണിക്കുന്നത്. ഉറക്കമില്ല, ഉറങ്ങാനേ കഴിയുന്നില്ല നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഒരിക്കൽ നിങ്ങളെ വിട്ടുപോയ വ്യക്തിയാണ്, നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തിയാണ്, എല്ലാം ഉപേക്ഷിച്ചു പോയൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഇപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നു. ഞാൻ ആ ചെയ്തത് എന്തുകൊണ്ടാണ്, എനിക്ക് എന്താണ് അങ്ങനെ ഒരു ദുർബുദ്ധി അന്ന് തോന്നിയത്? കാരണം ഡബിൾ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഡബിൾ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ രൂക്ഷമാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ എനർജി, ബ്ലാക്ക് മാജിക് എനർജി ചെയ്ത് അയാളെ ദൂരേക്ക് കൊണ്ടുപോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് പേജ് ഓഫ് കപ്സ്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളിരിക്കുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്, ഒരേ അവസ്ഥയിലാണ്. ഈ ബ്ലാക്ക് മാജിക് എനർജിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നാലും വീൽ ഓഫ് ഫോർച്യൂൺ, കാലചക്രം ഞങ്ങളെ ഒരുമിപ്പിക്കും, ഇതിനൊരു മാറ്റം വരും എന്ന് കരുതി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് കരുതുന്നു. എത്രയും പെട്ടെന്ന് തന്നെ വരണം എന്നാണ്. ഇനി എനിക്ക് കാത്തിരിക്കുവാൻ കഴിയില്ല എന്നാണ് ഇവിടെ കാർഡ് നമ്മളോട് പറയുന്നത്. 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വിജയം വരുന്നു, സക്സസ് വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ചില റെക്കഗ്നേഷൻ കാര്യങ്ങളൊക്കെ വരുന്നു. അയാൾക്ക് എന്നാണ് കേട്ടോ, അയാളുടേതാണ്. അപ്പോൾ അയാളുടെ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ ഓർക്കണ്ട, മെയിലാണ്. പിന്നെ മെയിലിനെ മാത്രം എന്താ മറ്റേ ഫീമെയിൽ എന്താ ഇല്ലാത്ത അല്ലെ, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഓക്കെ, 4 ഓഫ് പെൻറ്റിക്കിൾസ്. സാമ്പത്തികത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു നെട്ടോട്ടവും കാര്യങ്ങളും അതിൻ്റെ കൂടെയുണ്ട്. കുറച്ച് ഗ്രീഡിയുണ്ട്, സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ഗ്രീഡിയുണ്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടാതിരിക്കാനും അതിനെ നെഞ്ചോട് അടുക്കി പിടിക്കുക, കയ്യിൽ വെക്കുക, തലയിൽ വെക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതേമാതിരി അതിനെ സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് പറയാം ഇവിടെ. ഓക്കെ, സൂക്ഷിക്കുന്നു. സാമ്പത്തികം വളരെയധികം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്നുള്ള പാഠം പഠിച്ചിരിക്കുന്നു എന്നും പറയാം. കാരണം അത് നഷ്ടപ്പെടുത്തി ഒരിക്കൽ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതിനും നമുക്ക് ആ രീതിയിൽ കാണേണ്ടതുണ്ടത്. 10 ഓഫ് സ്വോർഡ്സ്. ചതി അവിടെ വന്നിരിക്കുന്നു. തേർഡ് പാർട്ടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ചതിയാണ് വന്നിരിക്കുന്നത്. ഒരു ബാക്ക് സ്റ്റാബിംഗ് ഒക്കെ വന്നിരിക്കുന്നു, ചതി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അതുകൊണ്ടാണ് സാമ്പത്തികം മുറുക്കി പിടിച്ചും കൊണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാർഡ് 10 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇതേമാതിരി നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകണം. അയാൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെട്ടുപോയിട്ടുണ്ട്. തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ആ തേർഡ് പാർട്ടി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമൊക്കെ കുറച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് വിട്ടുകൊടുക്കില്ല എന്ന് ഇവിടെ ഇങ്ങനെ അതാണ് ആ ഗ്രീഡി സ്വഭാവം വന്നിരിക്കുന്നത്. ചതി അവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്നുണ്ട്. ഇതേമാതിരി ഒരു ലൈഫ് നിങ്ങളുമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ സമ്പന്നതയുടെ ഐശ്വര്യത്തോടും സമ്പന്നതയോടും കൂടി നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ജീവിതവും തിരിച്ചു പിടിക്കണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്: പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഞാൻ കാത്തിരിക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? എനിക്കിനി ഞാൻ എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കണം? ഓക്കെ, നമ്മൾ ഈ 3 ചോദ്യമാണ് ചോദിച്ചത്. അപ്പം അതിനുള്ള ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള തത്രപ്പാടിലാണ്, നിരാശയിലാണ്, വേദനയിലാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.